ഇങ്ങനെ ഒരു പടം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ലൈഫിൽ വരച്ചിട്ടുണ്ടാവും. ഒരു ചെറിയ വീട്, തെങ്ങ്, ഇതുപോലെ മേഘങ്ങൾ, ഇതുപോലുള്ള കാക്ക, പിന്നെ മഞ്ഞ നിറത്തിലെ സൂര്യൻ. പക്ഷെ സൂര്യൻ ശരിക്കും മഞ്ഞ നിറമല്ല. സൂര്യന് മഞ്ഞ നിറമായിരുന്നെങ്കിൽ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാത്തിനും ഒരു യെല്ലോ ടിന്റ് ഉണ്ടായേനെ. പ്രകാശം എമിറ്റ് ചെയ്യുന്ന ഒരു വസ്തു ഏത് വേവ് ലെങ്തിലെ ഫോട്ടോൺസ് ആണോ എമിറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടിരിക്കും ആ സോഴ്സിന്റെ പ്രകാശത്തിന്റെ നിറം. ഒരു നക്ഷത്രത്തിന്റെ കാര്യം എടുത്താൽ അതിന്റെ സർഫസ് ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ വേവ് ലെങ്ത്. ആ ഫോട്ടോണിനനുസരിച്ചിരിക്കും നക്ഷത്രത്തിന്റെ നിറം. സൂര്യനെ പോലെയുള്ള ജി ടൈപ്പ് നക്ഷത്രങ്ങൾ പ്രകാശത്തിന്റെ ഫുൾ സ്പെക്ട്രമാവും എമിറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാ വേവ് ലെങ്തിലെയും ഫോട്ടോൺസിനെ എല്ലാം കൂടി ചേരുമ്പോൾ വെള്ള നിറമാവും. സോ വൈറ്റ് ഇസ് ദ ട്രൂ കളർ ഓഫ് സൺ. സ്പേസിൽ പോയിട്ടുള്ള ആസ്ട്രോനോട്ട്സും അന്തരീക്ഷത്തിന് മുകളിൽ നിന്നെടുക്കുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് ചിത്രങ്ങളിലും ഈ ട്രൂ കളർ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താ മഞ്ഞായിട്ട് കാണുന്നത്? ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് സ്കാറ്ററിംഗ്. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീലയും വയലറ്റ് പ്രകാശവും വ്യത്യസ്ത ദിശകളിലേക്ക് സ്കാറ്റർ ആവുന്നു. നമ്മുടെ കണ്ണുകൾ മഞ്ഞ, ചുവപ്പ് നിറങ്ങളോട് സെൻസിറ്റീവാണ്. അതിനാൽ നീല വെളിച്ചം സ്കാറ്റർ ആവുമ്പോൾ സൂര്യനെ മഞ്ഞ നിറത്തിൽ കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലായിരിക്കുന്നത് കൊണ്ട് പ്രകാശം അന്തരീക്ഷത്തിലൂടെ ഏറ്റവും കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്കാറ്ററിങ് കുറവാണ്. സോ നമുക്ക് വെള്ള നിറത്തിലെ സൂര്യനെ കുറച്ചെങ്കിലും നട്ടുച്ചയ്ക്ക് കാണാം. ഉദയത്തിന്റെയോ അസ്തമയത്തിന്റെയോ സമയത്ത് സൂര്യൻ അകലെ ആയതുകൊണ്ട് അത്രയും ദൂരം അന്തരീക്ഷത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നതിനാൽ ഒരുപാട് ബ്ലൂ ലൈറ്റ് സ്കാറ്റർ ആയി പോകുന്നത് കൊണ്ട് ഡീപ്പ് യെല്ലോ, ഓറഞ്ച്, റെഡ് നിറങ്ങളിലാവും സൂര്യനെ അപ്പോൾ കാണുന്നത്. ഇനി അന്തരീക്ഷത്തിൽ കൂടുതൽ പൊടിയോ മലിനീകരണമോ അല്ലെങ്കിൽ വാട്ടർ വേപ്പറോ കൂടുതലാണെങ്കിൽ മഞ്ഞയും ഓറഞ്ച് നിറങ്ങളും വരെ സ്കാറ്റർ ആയി പോയി സൂര്യനെ കടും ചുവപ്പ് നിറത്തിലാവും കാണുക.